സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചെയ്തത് ശരിയല്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഉസ്താദ് ഇങ്ങോട്ട് വന്നതെന്നോട് സംസാരിക്കാനല്ലേ. ഞാൻ തീർത്ത് പറയുന്നു, ലാ അശ്റബു അബദാ, ഇനി ഒരിക്കലും ഞാൻ മദ്യപിക്കൂല. സത്യം ചെയ്ത് പറയട്ടെ ഉസ്താദേ, മേലാല് ഞാൻ മദ്യപിക്കൂല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നല്ല സന്തോഷത്തോടെ നസീഹത്ത് കൊടുത്ത് തന്റെ അയൽവാസിയെ നന്നാക്കുന്നു. നല്ല ഉപദേശം സ്വീകരിച്ചയാള് നല്ല ആളായി മാറുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അയൽക്കാരൻ ഒരു മോശപ്പെട്ട ആളാണെങ്കിലും നമ്മളെ കൊണ്ടയാള് നന്നാകണം, നമ്മളെ സ്വഭാവം കൊണ്ടയാള് നല്ല ആളായി മാറണം. അതിനു പറ്റുന്ന രീതിയിലുള്ള കടപ്പാടും ബാധ്യതയും ബന്ധവും പുലർത്തണം. ഒരു ശല്യവും അയൽവാസിയോട് ചെയ്യരുത്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശല്യം ചെയ്യരുത്. കയ്യും കാലുമാണല്ലോ ശല്യത്തിന് സാധാരണ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ടാണ് കയ്യും കാലും മുറിച്ചു മാറ്റപ്പെട്ട രീതിയിൽ അയൽക്കാരെ ശല്യം ചെയ്ത ആൾക്കാർ അങ്ങനെ ആഖിറത്തിലേക്ക് വരുന്നത്. കയ്യില്ല കാലില്ല, രണ്ടും മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. പിന്നെ പറഞ്ഞല്ലോ, തീയിന്റെ മട്ടിലില്, കത്തുന്ന തീയിന്റെ മട്ടിലുകളിൽ തറച്ചുകൊണ്ട് കുരിശിൽ തറച്ച രൂപത്തിൽ കൊണ്ടുവരുന്ന ആളുകള് നിരപരാധികളായ ആളുകളെ ജയിലിലടക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നവരില്ലേ? പലയിടങ്ങളിലും കാണാം. നമ്മുടെ ഇവിടെ മാത്രമല്ല, വിദേശത്തും കണ്ടില്ലേ? പാവപ്പെട്ട ആളുകളെ മേല് ഇല്ലാ കേസ് ചാർത്തിയിട്ട് അവരെ കൊണ്ടുപോയി തുറങ്കിലടക്കുന്നവര്. അവർക്ക് ചെറിയ ശിക്ഷ കൊടുത്താ പോരല്ലോ, വലിയ ശിക്ഷയാണ് അല്ലാഹു തആല കൊടുത്തത്. വല്ലദീന ഹും അശദ്ദു നത്നം മിനൽ ജീഫ്, ദുർഗന്ധം വമിക്കുന്ന ശരീരമുള്ള ആളുകളാരാണ്? ഫല്ലദീന യതമത്തഊന ബിശ്ശഹവാതി വല്ലദ്ദാത്ത്, ദുനിയാവിന്റെ സർവരസങ്ങളും സർവസുഖങ്ങളും ഉപയോഗിക്കുന്ന ആളുകളാണ്. അടിച്ചു പൊളിച്ച് ജീവിക്കണം, ആ ഒരു ചിന്തയേ ഉള്ളൂ. അടിച്ചു പൊളിച്ച് ജീവിക്കാൻ അനാവശ്യത്തിന്റെ A to Z അവരിൽ കാണാം. അനാവശ്യങ്ങൾ നടക്കുന്ന മേഖലകളിൽ അവരുണ്ട്. ആണും തമ്മില്, പെണ്ണും തമ്മില് സ്വവർഗരതികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ അവര് സജീവ സാന്നിധ്യമാണ്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ടൂറ് പോകാനും അതുപോലെ തന്നെ ഫാമിലി ടൂറ് പോകാനും വലിയ സന്തോഷമാണ്, വലിയ സുഖമാണ്. അതിന് 10,000 ചെലവഴിക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ ഹണിമൂൺ ടൂർ യാത്രകള്? പലരും നടത്തുന്നത് മസാറിലേക്കല്ല, മഖ്ബറകളിലേക്കല്ല, കാഴ്ച സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നത് മദ്യപാനികൾ, വ്യഭിചാരികൾ, ആണും പച്ചയായി വ്യഭിചരിക്കുന്ന, പെണ്ണും പച്ചയായി വ്യഭിചരിക്കുന്ന, അന്യാണും അന്യ പെണ്ണും ഒരു മറ പോലും സ്വീകരിക്കാത്ത രൂപത്തില്, ഒരു കുട്ടിയെ കണ്ടിട്ട് പോലും നാണം തോന്നാത്ത രൂപത്തില്, വിദേശ രാഷ്ട്രങ്ങളിലുള്ള വേശ്യാലയങ്ങളെപ്പോലും വെല്ലുന്ന രൂപത്തിലുള്ള വേശ്യാലയങ്ങള് സ്വകാര്യമായി നടക്കുന്ന റിസോർട്ടുള്ള കേന്ദ്രങ്ങളിലേക്കാണ് 10,000 ചെലവഴിച്ചിട്ട് വാഹനങ്ങളിൽ പലരും പോയി ഉല്ലസിക്കുന്നത്. നഊദു ബില്ലാഹ്. ഉപ്പമാരെ, ഉമ്മമാരെ, പുതിയ ദമ്പതികളെ, പുതിയ കൂട്ടുകാരെ, നവവധൂവരന്മാരെ പറഞ്ഞേക്കേണ്ട മേഖല അതല്ല. അള്ളാഹുവിന്റെ അദാബ് വരാൻ ഏറ്റവും കാരണമായി വർത്തിക്കുന്ന സ്ഥലമാണ്. ദുനിയാവിലെ എല്ലാ അടിച്ചുപൊടികളിലും എല്ലാ സുഖങ്ങളിലും സംബന്ധിക്കണം. എന്തെല്ലാം സുഖങ്ങളുണ്ടോ അതൊക്കെ ആസ്വദിക്കണം. ഹലാലാണോ ഹറാമാണോ എന്ന ചിന്തയില്ലാതെ ഏതെല്ലാം സുഖങ്ങളാണ് ഓരോരുത്തരും ഉപയോഗിക്കുന്നത്. 2 മണി സമയം വരെ ഉറക്കമൊഴിച്ച് ചില വീടുകളിലൊക്കെ ലൈറ്റ് കാണുന്നത് വഅദ് കേൾക്കാനല്ല, നസീഹത്ത് കേൾക്കാനല്ല, മദ്ഹ് കേൾക്കാനല്ല. പലരും കാണുന്നത്, പലരും കേൾക്കുന്നത് സെക്സുകളാണ്, കോമഡികളാണ്, സിനിമകളാണ്, നാടകങ്ങളാണ്. നഊദു ബില്ലാഹ്. പ്രായത്തെ വെല്ലുന്ന വിധത്തില് ഈ സുഖങ്ങളൊക്കെ കൂടിപ്പോയി. ഇവരെ ശരീരം ദുനിയാവില് നല്ല ശരീരമാണ്, ആഖിറത്തിലെത്തുമ്പോ ചീഞ്ഞു നാറുകയാണ്. വല്ലദീനഹും അശദ്ദു നത്നം മിനൽ ജീഫ്, ശവത്തെക്കാളും നാറുന്ന ശരീരം. ദുനിയാവിൽ എന്ത് മിനുക്കി നടന്ന ശരീരമാണ്, എന്ത് സുഖിച്ച് നടന്ന ശരീരമാണ്. പക്ഷേ എല്ലാ സുഖങ്ങളിലും എല്ലാ വിനോദങ്ങളിലും അവരുണ്ട്. അർദ്ധനഗ്നകളായ പെൺകുട്ടികള് നൃത്തമാടും നേരത്താരാ പോയി നിൽക്കുന്നത്? സുബ്ഹാനല്ലാഹ്. രാത്രിയും പകലും സമയം വ്യത്യാസമില്ലാതെ ഉപ്പമാരെ, ഉമ്മമാരെ, നല്ലോണം അധ്വാനിച്ചു വന്ന ചെറുപ്പക്കാര് ഒരു ഫ്രീ എന്ന് കരുതിയിട്ട്
2 മണി സമയം വരെ 3 മണി സമയം വരെ ശരീരം തിമർത്താടിയിട്ട് വന്ന് AC-യും ഇട്ട് ഉറങ്ങിയിട്ട് സുബ്ഹിയില്ല, പിന്നെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുകയാണ്. അവനെക്കാളും നല്ലത് ആ വീട്ടിൽ ജീവിക്കുന്ന കോടിയാണ്, ആ വീട്ടിൽ ജീവിക്കുന്ന ആടുകളാണ്. സുബഹിക്ക് എഴുന്നേറ്റ് തസ്ബീഹ് ചൊല്ലിപ്പോയി. ഇവനോ 2 മണി 3 മണി സമയത്ത് കൂട്ടുകാരോടൊപ്പം തിമർത്താടിയിട്ട് അവന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ വെളിവാക്കിയിട്ട് വലിയ അധ്വാനം നടത്തിയല്ലേ വീട്ടിലേക്ക് വരുന്നത്. 2 മണിക്ക് വന്ന അവന് ഒന്ന് കുളിച്ചിട്ട് കിടന്നുറങ്ങാൻ ബാപ്പ സൗകര്യപ്പെടുത്തത് ഏതാണ്? AC റൂമാണ്. AC റൂമിൽ അവൻ കിടക്കുകയാണ്, ഉറങ്ങുകയാണ്. സുബഹിക്കുണ്ടോ അവനെ വിളിച്ചാൽ അവൻ എഴുന്നേൽക്കാൻ കഴിയുന്നത്? അവന്റെ ശരീരത്തിൽ വെള്ളം കൊണ്ടുപോയി ഒഴിച്ചാൽ അവൻ എഴുന്നേൽക്കാൻ പറ്റൂല. ശരീരത്തിന് കിട്ടേണ്ട ഉറക്കമുണ്ട്, അത് കിട്ടാതെ എഴുന്നേൽക്കാൻ കഴിയൂല. എന്നാൽ ഉമ്മമാരെ, ഉപ്പമാരെ, ഇതിന് ബോധോദയം ഉണ്ടാകണം, ഇതിന് ശരിക്കും ഉണർവുണ്ടാകണം. ആഘോഷ ദിവസങ്ങളിലാണ് പലരും, സന്തോഷ ദിവസങ്ങളിലാണ് പലരും ബാധ്യതകൾ മറക്കുന്നത്, നിർബന്ധങ്ങൾ ഒഴിവാക്കുന്നത്, സുന്നത്തുകൾ ഒഴിവാക്കുന്നത്. നഊദു ബില്ലാഹ്. പഴയകാലത്തെ മഹാന്മാര് അത്തരത്തിൽ വല്ല സന്തോഷങ്ങളും വന്നാല് അന്നെന്തെങ്കിലും കുറവുണ്ടോന്നാണ് മക്കളിൽ അന്വേഷിക്കുന്നത്. കല്യാണത്തിന്റെ ദിവസം മോനെ നീ നിസ്കരിച്ചോ എന്ന് മകനോട് ചോദിച്ച മഹാൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിനക്കൊരു പുതിയ ജീവിതം കിട്ടി എന്ന് കരുതിയിട്ട് പടച്ചോനെ മറക്കരുത്, അള്ളാഹുവിനെ മറക്കാൻ പാടില്ല. എന്നും നിനക്ക് സഹായിയായി ഉണ്ടാകുന്നത് അള്ളാഹുവാണ്. നിന്റെ ഇണ എന്നും നിനക്കുള്ള സഹായല്ല, ജീവിതകാലത്തൊരു സഹായിയാണ്. ദുനിയാവിലും ആഖിറത്തിലും സഹായം വേണോ, സംരക്ഷണം വേണോ, അത് തരുന്നവൻ അല്ലാഹുവാൻ. അവനെ മറക്കാൻ പറ്റൂല. എല്ലാ ഘട്ടങ്ങളിലും അത് ചിന്തിച്ചുവെങ്കിൽ അടിച്ചുപൊളി ജീവിതമില്ലേ, അത് വലിയ ഇടങ്ങേറാണ്, വലിയ ബുദ്ധിമുട്ടാണ്. എന്തും ധരിക്കണം, എന്തും ഉപയോഗിക്കണം, എങ്ങനെയും ചെയ്യണം. ആരും ഉപദേശം കേൾക്കൂല, ഏതുപദേശം കേൾക്കൂല. അങ്ങനെയുള്ള തിമിർത്താട്ടം എനിക്കത് വിശദീകരിക്കാൻ നേരല്ല. 1ഉം 2ഉം വകുപ്പിലില്ല, ഇഷ്ടം പോലെ വകുപ്പിലുണ്ട് നാട്ടില്. ചെയ്യുന്നവര് കാണുന്ന നമ്പർ മുഴുവനും വാങ്ങിയിട്ട് ചാറ്റിങ് നടത്തുന്ന ആണും പെണ്ണും. ആണും പെണ്ണും സാധാരണ രൂപത്തിലല്ല. പേരക്കുട്ടി അവര് മക്കൾ 5ാമത്തെ കുട്ടിന്റെ വരെ കല്യാണം കഴിഞ്ഞു പോയി, ഇപ്പോഴും ചാറ്റിങ് നിർത്തിയിട്ടില്ല. അതുകൊണ്ട് ഒരാളും കല്യാണം കഴിയാത്തവർക്ക് അത് ഹലാലാന്നല്ല പറഞ്ഞത്. കുറച്ചെങ്കിലൊക്കെ ചിന്തിക്കാൻ നേരത്തിയിട്ട് ഇനിയും ചിന്തിക്കുന്നത് ഇനി എവിടുന്നാ ചിന്തിക്കുക? അതിന് ഏതെങ്കിലും ഒരു നമ്പർ ഇട്ടിയാൽ മതി, അതാരായാലും കുഴപ്പമില്ല. ഞാൻ അപ്പുറത്ത് പോയി നോക്കുമ്പോൾ കുഷ്ഠരോഗം ബാധിച്ച് കിടക്കുന്ന ആളാണെങ്കിലും ഇത്രയും പറഞ്ഞുകൊണ്ട് സുഖം കിട്ടിയല്ലോ എന്ന് കരുതിയമോ. ലാസ്റ്റ് ആളെ കണ്ടു നോക്കുമ്പോൾ ആള് കുഷ്ഠരോഗിയാണ്. അവനോടൊപ്പം ഇത്രയും കാലം കോമഡി അടിച്ച് കിന്നാരം വെച്ച് നിന്നത്. ഒരിക്കലും സഹോദരങ്ങളെ അരുത്. അത്തരത്തിലുള്ള അടിച്ചുപൊളി ജീവിതത്തിനല്ല അല്ലാഹു തആല ദുനിയാവ് തന്നത്. പടച്ച റബ്ബിന് ശുക്ർ ചെയ്ത് ജീവിക്കാനാണ്. 10ാമത്തെ വിഭാഗം